ഉണക്കമുളക് വറുത്തിട്ട് നല്ല പൊടി ഇതാക്കി അത് നല്ല അത് വേറൊരു സാധനം. ഓ അതൊന്നും പറയല, വായിൽ കപ്പലോടുന്നു. അതാ മുളകെ ചെറിയൊരു ഓട്ടിട്ടിട്ട് ഉപ്പി മുക്കും തോന്നുന്നു വറക്കാൻ അതെ. വേണ്ടി. ഹൈഫ, നമ്മുടെ നെജുവിന് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇതില്? നെജുവിന്, ഷാനുവിന്, സൗദാനെ ഒന്ന്. അത് ഹൈഫാക്കേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യിക്കും. ടുഗദർ അതെ, ഞാനും മോഹനേന്ദ്രനാണ്. അതാ പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോ നമുക്ക് തന്നെ അതിന്റെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞ. മോഹനേട്ടന് ചോദിക്കുന്നുണ്ട്, ഹൈഫ ചോദിക്കുന്നുണ്ട് ടുഗദറിൽ ആരാന്ന്. മോഹനേട്ട ഒന്ന് പറഞ്ഞു കൊടുത്ത നമ്മുടെ ഹൈഫക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത. മോഹനേന്ദ്രൻ കോട്ടയം കുരുക്ഷേത്ര ക്രിയേഷൻസ് ചാനലിന്റെ പേര്. നമ്മുടെ പുതിയ ഇതില് മോഹനേട്ടന് ഇവിടുന്ന് ഇറങ്ങിയാൽ കമന്റ് ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. മോഹനേട്ടന് ഇതിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അതിൽ കമന്റ് ഉണ്ടാവും. എല്ലാരും നമ്മുടെ മോഹനേട്ടനെ അതിൽ കൂടെ ഒന്ന് കൂട്ടാക്കി കൂടെ കൂടിക്കോട്ടാ. മോഹനേട്ടന്റെ ലൈവ് ഉണ്ട്, 10 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്. ഓക്കെ, 10 മണിക്കും 9 മണിക്കും 2 ലൈവാണ്. സോറി, 10 മണിക്കൂർ 2 മണിക്കൂർ 2 ലൈവാണ് ഉള്ളത്. ആ 2 ലൈവിലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ലൈവ് പോലത്തെ ലൈവ് ഒന്നുമില്ല മോഹനേട്ടന്റെ ലൈവ്. മോഹനേട്ടൻ തനിച്ചാണ് ഉണ്ടാവുക, പക്ഷെ ആ തനിച്ച് ആ ഒരു വ്യക്തി മതി അവിടെ ആ ഒരു പ്രസൻസ് കൊണ്ടുവരാൻ കേട്ടോ. ഹായ് മോഹനേട്ടാ എന്ന് പറയുന്നുണ്ട് ഹൈഫ. ഐസിൻ ബ്ലോഗ് ഡണ്ണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഹനേട്ടൻ കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അതിന്റെ ലാസ്റ്റത്തെ ഇതില് ഒരു കമന്റ് ഇട്ട് വെക്കാൻ മറക്കണ്ടവരൊക്കെ ഉണ്ടാവും. അത് ഏത് കാര്യം വേണമെങ്കിലും യൂട്യൂബ് കട്ട് ചെയ്യാത്ത എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം എന്റെ ലൈവിൽ. എല്ലാത്തിനും അറിയാവുന്ന മറുപടി പറയാൻ, അറിയാൻ മേലത്തിന് അറിയത്തില്ല എന്നുള്ള മറുപടി പറയും. ഏതിനും മറുപടി പറയും. പിന്നെ മോശം കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കല്ല, അത് യൂട്യൂബുകാർക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ചിലർ അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനത്തെ മോശം. സൗദ വന്നൂലോ. സൗദ വെൽക്കം, അസ്സാം വലൈക്കും. എന്താണ് സൗദ? ഇത് നമ്മുടെ മോഹനേട്ടനാണ് കേട്ടോ. ഞങ്ങളുടെ മോഹനേട്ടൻ നിങ്ങൾക്കും കൂടെ സ്വന്തമാക്കാം. ഞങ്ങളുടെ മോഹനേട്ടനാണ്, നിങ്ങൾക്കും സ്വന്തമാക്കാം ഇനി. ഇതിൽ സബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ മറ്റേ വിഷ്വൽ ഡോക്കിന്റെ അവസാനത്തെ ഷോർട്ടിൽ ഞാനൊരു എന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഷോർട്സ് എന്ന് പറയുന്നത് നമ്മള് ഒരു മറ്റേ കവിതയാണ് കേട്ടാ. പിറവിക്കു ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. അതിന് മുന്നേ ഒരു പൂച്ചക്കുട്ടിയുടെ ഇതുണ്ട്. രണ്ടിനും ഇട്ടേക്കാം. പൂച്ചക്കുട്ടി ഉണ്ട്. അപ്പൊ അതില് രണ്ടിലും ഇട്ടോ. അതില് രണ്ടിലും ഇവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മോഹനേട്ടനോട് കൂടെ നിങ്ങളും മോഹനേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കൂട്ടാക്കാൻ പറ്റും ട്ടാ. നമ്മുടെ കാറ്റ് ലവറിനെ കിട്ടാൻ വഴിയുണ്ടാ? കാറ്റ് ലവർ ഈ സമയത്ത് കിട്ടാൻ വഴിയില്ല അല്ലെ സൗദ? ഹൈഫ, നെജു എത്തിയിട്ടില്ലല്ലോ അല്ലെ? പാട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വരും ട്ടാ. പാട്ടുണ്ട്, തീർച്ചയായിട്ടും പാട്ടുണ്ട്. 2 വരികളൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി അയച്ചോ. മോനേട്ട ഒരു പാട്ട് പാടി കൊടുത്തോ മോനേട്ടാ. ഒരു കവിതയുടെ ഏതായാലും ലൈൻ ചൊല്ലാം, പണ്ട് പള്ളിപ്പുറത്ത് പഠിച്ചത്. അല്ലെ നമ്മുടെ കാക്ക കൂടെ ഇവിടെ പാടാം. അതാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ. അത് പുതിയ ട്യൂൺ, പഴയ കാക്കല്ല. ഐസിനെ ഒരു മിനിറ്റ് ഈ പാട്ടൊന്ന് കേട്ടിട്ട് പോയിക്കോ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല ഈ നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചോ. അതിന്റെ ഇടയ്ക്കത്തെ 1-2 ലൈൻ വിട്ടുപോയ സാരമില്ല, ഉള്ളത് കൊണ്ട്. കുഴപ്പമില്ല, വിട്ടുപോയതൊന്നും സീനല്ല. ഇതൊക്കെ നമുക്ക് പുതിയ ആളുകളിലേക്ക് ഇതൊക്കെ ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കേൾക്കാനൊരു സുഖം എന്ന് പറയുന്നുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന, അവര് പറയും വേണ്ട ഇതിന്റെ ഇടയ്ക്കത്തെ 2 ലൈൻ വിട്ടുകളഞ്ഞിട്ട്. പഴയ ആളുകൾക്ക് കേട്ട് കേൾവി. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ. അതാണ്. പക്ഷെ അതാണേലും കുഴപ്പമില്ല. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലീ നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചോ. അതാണ്. അതെ, ആ ടൂണിലാണ് പഴയ ആളുകളെ നമ്മൾ കേട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ മോഹനേട്ടൻ ഇതിനും തൊട്ട് മുന്നേ പാടിയ കാക്കേ കാക്കേ